ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കൊല്ലം വിജിലൻസ് കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തിയാകും തിങ്കളാഴ്ച SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം വാജിവാഹന കൈമാറ്റത്തിന് ഇടയാക്കിയ 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ കേസെടുക്കാനാണ് SIT നീക്കം. വാജിവാഹന വിവാദത്തിൽ രാഷ്ട്രീയ വിവാദവും മുറുകുകയാണ്. ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം VSSCക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് SITക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കേസിൽ തുടർ നീക്കത്തിൽ പരിശോധനാ ഫലം നിർണായകമാണ്. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തതെന്ന വിവരം റിപ്പോർട്ടിലുണ്ടാകും. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, സ്വർണത്തിന്റെ പുരാവസ്തു മൂല്യം തുടങ്ങിയവയും വ്യക്തമാകും. അതേസമയം കൊടിമരം പുനഃസ്ഥാപിക്കാനെടുത്ത തീരുമാനം മുതൽ വാജിവാഹന കൈമാറ്റം വരെ സംശയകരമെന്നാണ് SIT നിലപാട്. വാജിവാഹനം കൈമാറിയതിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയലിനുമാണ് ഉത്തരവാദിത്വമെന്ന് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന K. രാഘവൻ 24നോട്. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുമാണ്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ മറ്റു പലതും പറയുന്നെന്ന് പ്രതിപക്ഷ വിമർശനം. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി P. രാജീവ് രംഗത്തെത്തി. ഇപ്പോ കയറ്റിയത് ആരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ. കയറ്റിയത് ആര് എന്നതിൽ നല്ല വ്യക്തത വന്നു. വാജിവാഹനം വിവാദത്തിൽ കോടതി അനുവദിച്ചാൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് SIT തീരുമാനം. കേസെടുത്താൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയലിന്റെയും നേതൃത്വത്തിലുള്ള UDF കാലത്തെ ദേവസ്വം ബോർഡ് പ്രതിയാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.